ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ ടെതർ ഓഷനെ കുറിച്ചാണ്. ടെതർ ഓഷനിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഒരു വർഷം കഴിഞ്ഞു. ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് ലഭിച്ചത് 412% ഗ്രോത്ത് ആണ്. 412% ഗ്രോത്ത് എന്താണെന്ന് ഞാൻ ലൈവായിട്ട് ഇവിടെ ഓപ്പൺ ചെയ്ത് കാണിക്കാം. നിങ്ങൾക്കപ്പോൾ മനസ്സിലാകും ഈ ഒരു പ്രൊജക്ട് എത്രമാത്രം സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്ട് ആണ് എന്ന്. വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും വില കൂടുന്ന ഒരേ ഒരു കോൺസെപ്റ്റ്, ഒരേ ഒരു കോയിൻ ടെതർ ഓഷൻ മാത്രമാണ്. ഇതിന്റെ ആൽഗോരിതം അതേ രീതിയിലാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് ആദ്യ സമയത്ത് പബ്ലിക്കിലേക്ക് വരുമ്പോൾ പല ആളുകളും സംശയ ദൃഷ്ടിയോടെയാണ് ഇതിനെ നോക്കിക്കണ്ടത്. അന്ന് സംശയ ദൃഷ്ടിയോടെ നോക്കിയിട്ടുള്ളവരൊക്കെ ഇന്ന് ഓരോരുത്തരായി ടെതർ ഓഷന്റെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് 100% വിശ്വസിക്കാൻ പറ്റുന്ന ഒരേ ഒരു പ്രൊജക്ട്, നിങ്ങൾക്ക് 100% മറ്റുള്ളവരൊക്കെ റെഫർ ചെയ്യാം, ധൈര്യമായിട്ട് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പ്രൊജക്ട് ടെതർ ഓഷൻ മാത്രമാണ്. നമ്മളൊക്കെ പല ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോമുകളിലും പല ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ ലാഭങ്ങളുടെയും നഷ്ടങ്ങളുടെയും ഒക്കെ കഥകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ടെതർ ഓഷൻ എന്ന ഈ ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ലാഭം മാത്രമാണ് ലഭിക്കുന്നത്. ഒരിക്കലും ഇതിന്റെ വില താഴേക്ക് പോകുന്നില്ല എന്നാണ് ഈ ഒരു ആൽഗോരിതത്തിന്റെ പ്രത്യേകത. ഇന്നത്തെ ഈ വീഡിയോയിൽ അതിനെക്കുറിച്ചാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ആദ്യമായിട്ട് ടെതർ ഓഷനിലേക്ക് ലോഗിൻ ചെയ്യാം. അതിനുവേണ്ടി ടോക്കൺ പോക്കറ്റ് എന്ന വാലറ്റ് ആണ് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത്. ടോക്കൺ പോക്കറ്റ് ഞാൻ ഇവിടുന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത് കഴിയുമ്പം എൻ്റെ വാലറ്റ് ഇവിടെ കാണാം. ഇനി ഡിസ്കവറിൽ പോയിട്ട് ടെതർ ഓഷനെ ഞാൻ കണക്ട് ചെയ്ത് കാണിക്കാം. ഡിസ്കവർ എന്ന സെക്ഷനിൽ ടച്ച് ചെയ്തു. അതിനുശേഷം ടോപ്പിൽ URL സ്ഥാനത്ത് നമ്മളന്ന് ടച്ച് ചെയ്ത് കഴിയുമ്പം എൻ്റെ ഹിസ്റ്ററിയിൽ കാണിക്കുന്നുണ്ട് tetherocean.com എന്ന്. ഇതിലൊന്ന് ടച്ച് ചെയ്യുക. അതിനുശേഷം എൻ്റർ tetherocean.com. ഇവിടെ ചെല്ലുമ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. ഇവിടെ രജിസ്ട്രേഷൻ്റെ ഒരു സെക്ഷനാണ്. പക്ഷെ നമ്മൾ രജിസ്റ്റർ അല്ല, ഞാൻ ആദ്യം ലോഗിൻ ചെയ്ത് കാണിക്കാം. ഇനി ഇതിനകത്ത് എങ്ങനെയാണ് സൈൻ അപ്പ് ചെയ്യുന്നത് സെപ്പറേറ്റ് ഒരു വീഡിയോ ഉണ്ട്, അത് കണ്ട് മനസ്സിലാക്കാം. ഇവിടെ ഞാൻ രജിസ്റ്റർ അല്ല, ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഇൻഡു മാർക്കിൽ ഇത് കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്തതിനു ശേഷം ഈ 3 ലൈനിൽ, അതായത് മെനു ബാറിൽ ഒന്ന് ടച്ച് ചെയ്യുക. ഇവിടെ 2 ഓപ്ഷൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, ഒന്ന് രജിസ്ട്രേഷൻ, ഒന്ന് ലോഗിൻ. ഞാൻ ഇവിടുന്ന് ലോഗിൻ സെലക്ട് ചെയ്തു. ലോഗിൻ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഈ ഒരു പേജിലേക്ക് വരുമ്പോൾ 2 ഓപ്ഷനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ടെതർ ഓഷൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ വുഡ പ്രൊജക്റ്റ് ആണ് ഇതുമായിട്ട് കണക്ട് ആകുന്നത്. ഇവരുടെ സെക്കൻഡ് പ്രൊജക്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ലോഞ്ച് ചെയ്തതാണ്, ടോവ ആൻഡ് മാർക്കറ്റ് പ്ലേസ്. ഇതിനെക്കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ ഉണ്ട്, ആ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഞാനിവിടെ ടെതർ ഓഷന്റെ ആദ്യത്തെ പ്രൊജക്ട്, അതായത് വുഡ പ്രൊജക്റ്റിലേക്ക് ലോഗിൻ ചെയ്യുന്നു. അപ്പോൾ നമ്മളോട് ചോദിക്കും കണക്ട് വാലറ്റ്. ഞാൻ ടോക്കൺ പോക്കറ്റ് ആണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ലോഗിൻ സക്സസ് എന്ന ഒരു മെസ്സേജ് ആണ് ഇവിടെ കണ്ടത്. നിങ്ങൾ ഒരു 5 മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിന്റെ വിലയിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് ലൈവായിട്ട് കണ്ട് മനസ്സിലാക്കാം. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു പ്രൊജക്റ്റിൽ ഇപ്പം കാണിച്ചിരിക്കുന്ന വില എന്ന് പറയുന്നത് ബൈ റേറ്റ് ആണെങ്കിൽ 0.510733 ആണ്. സെൽ റേറ്റ് ആണെങ്കിൽ 0.510732 ആണ്. ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഇതിന്റെ വിലയിൽ എത്രമാത്രം മാറ്റം വന്നുവെന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കാം. കംപ്ലീറ്റ് കാര്യങ്ങൾ ട്രാൻസ്പെറന്റ് ആണ്. ഇവരുടെ ലിക്വിഡിറ്റിയിൽ എത്രയാണ് എമൗണ്ട് കിടക്കുന്നത് എല്ലാം നമുക്ക് ഓപ്പൺ സോഴ്സിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. വളരെ ക്ലിയർ ആണ്, വളരെ പെർഫെക്റ്റ് ആണ് ഇതിന്റെ പ്ലാൻ. ഒരു പൈസ പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. 100% ഗ്യാരണ്ടീഡ് ആണ്, 100% ജെന്യൂൻ ആണ് ഈ ഒരു പ്രൊജക്ട്. ഇതിനകത്ത് മാനുവലി ഒരു ഫംഗ്ഷനും ആർക്കും ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇതൊരു ബ്ലോക്ക് ചെയിനിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്ട് ആണ്. ഞാൻ ആദ്യ സമയത്ത് ചേർന്നപ്പോൾ എനിക്ക് അതിനകത്ത് 2 ഐഡിയ ആണ് ഉണ്ടായിരുന്നത്. ഒരു ഐഡിയയിൽ എനിക്ക് 350 ടോക്കൺ ആണ് ലഭിച്ചിരുന്നത്, അതായത് 10 സെന്റ് വിലയായിരുന്നു അന്ന്. അതിനുശേഷം കുറച്ച് സമയത്തിന് ശേഷമാണ് വീണ്ടും ഞാൻ രണ്ടാമത്തെ ഐഡിയ ഓപ്പൺ ചെയ്തത്. ഇതിൽ എനിക്ക് അതേ ദിവസത്തെ പ്രൈസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 284 കോയിനുകളാണ് ലഭിച്ചത്. ഇന്ന് 284 കോയിൻ എന്ന് പറയുന്നത് ഞാൻ $100 ഒരു പാക്കേജ് ആണ് ബൈ ചെയ്തത്. $100 പാക്കേജ് ബൈ ചെയ്യുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ നമുക്ക് 35% കോയിൻ നമുക്ക് നമ്മുടെ വാലറ്റിൽ തന്നെ ക്രെഡിറ്റ് ചെയ്യും. അന്നത്തെ കറണ്ട് വിലയിൽ 35, അതായത് $100 ഞാൻ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ $35 വാല്യൂവിലുള്ള കോയിൻസ് ആണ് എനിക്ക് തന്നത്. അപ്പൊ $35 ഇപ്പോൾ അതിന്റെ വില നോക്കിക്കഴിഞ്ഞാൽ $145.2732 വാല്യൂ ആണ്. ഞാനിത് വാങ്ങിയ സമയത്ത് $35 മാത്രമായിരുന്നു. അപ്പൊ ഇതിന്റെ വില നിങ്ങളൊന്ന് കാൽക്കുലേഷൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 412% മുകളിലാണ് ഇതിന്റെ ഗ്രോത്ത്. 412%, അതായത് 35ന്റെ 4 ഇരട്ടിക്ക് മുകളിലാണ് ഇതിന്റെ വില എത്തിയിട്ടുള്ളത്. ഇതിനകത്ത് കംപ്ലീറ്റ് ഡാറ്റ ഇവിടെ കാണിക്കുന്നത്, ഞാൻ വിഡ്രോ ചെയ്ത ഡീറ്റെയിൽസ് ഇതെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് പൂൾ ഇൻകം എത്രയൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത് ഇതെല്ലാം വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് ഇവിടെ കിടപ്പുണ്ട്. ഇപ്പൊ
ഇപ്പൊ തന്നെ വിലയിലുള്ളൊരു വ്യത്യാസം നോക്കുക. ആദ്യം റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ 733 ആയിരുന്നത് 735 മാറിയിരിക്കുകയാണ്. എനിക്ക് ലഭിച്ചിട്ടുള്ള ഇത്രയും കോയിൻസുകൾ ഞാനിപ്പോൾ സെല്ല് ചെയ്യുകയാണ്. ഇപ്പോഴത്തെ കറണ്ട് വിലയിൽ ഇവിടെ നിന്ന് സെല്ല് ചെയ്യുകയാണ്. സെല്ല് എന്ന ഈ സെക്ഷനിൽ നിന്ന് ടച്ച് ചെയ്യുന്നു. എനിക്ക് ടോട്ടൽ വിൽക്കാൻ പറ്റുന്നത് 284.4395 കോയിനാണ്. സെൽ പ്രൈസ് ഇവിടെ വില കൊടുത്തിട്ടുണ്ട് 0.5107, അതായത് 51 സെന്റ് വിലയാണ്. എൻ്റർ എ സെൽ എമൗണ്ട്, ഞാനിത് ടോട്ടൽ ഇവിടെ നിന്ന് സെല്ല് ചെയ്യുകയാണ്. മാർക്കറ്റ് പ്ലേസിലേക്ക് ഞാൻ ഈ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാണ്. അവിടെ ഇതിലും ഭയങ്കര ലാഭമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ കംപ്ലീറ്റ് സെല്ല് ചെയ്യുന്നു. ലിക്വിഡിറ്റി ഫീസ് 10% പോകും. $145 10% കട്ടാകും. $14.5 ഇവിടുന്ന് കട്ടാകും. ഞാൻ ഇവിടുന്ന് സെല്ല് ചെയ്യുന്നു. ഇവിടെ കൺഫേം പേയ്മെന്റ്, പാസ്വേഡ് കൊടുക്കാനാണ് പറയുന്നത്. ഞാൻ പാസ്വേഡ് കൊടുത്തു. യുവർ ട്രാൻസാക്ഷൻ റിക്വസ്റ്റ് ഹാസ് ബീൻ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന ഒരു മെസ്സേജ് വന്നു. ഇപ്പൊ ഇവിടെ നിന്ന് എന്റെ കോയിൻസ് ഇവിടുന്ന് സെല്ലായി. എനിക്ക് അവൈലബിൾ കോയിൻ ഇപ്പോൾ ഇല്ല. എന്റെ വാലറ്റിലേക്ക് തിരിച്ചു വരാം. വാലറ്റിൽ ഈ ഫണ്ട് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കത് ചെക്ക് ചെയ്യാം. തിരിച്ച് ഞാൻ ടെതർ ഓഷന്റെ അസറ്റിലേക്ക് തന്നെ വന്നു. അസറ്റിൽ വന്നപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എമൗണ്ട് 10% ഫീസ് കുറച്ചതിന് ശേഷം ആ 10% ഫീസ് ഇതിന്റെ ലിക്വിഡിറ്റിയിലേക്കാണ് ചെല്ലുന്നത്. 145 പോയിന്റ് സംതിങ് ആയിരുന്നത് ഇപ്പോൾ എനിക്ക് 130 എനിക്ക് വാലറ്റിലേക്ക് വന്നു. $130 ആണ് ഇവിടെ വന്നിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. വിഡ്രോവൽ ഇതിന്റെ വളരെ ഫാസ്റ്റ് ആണ്. വിഡ്രോവൽ ഇതിനകത്ത് 10% ഡിഡക്ഷൻ ആയതുപോലും ഇതിന്റെ ലിക്വിഡിറ്റി പൂളിലേക്കാണ് ചെല്ലുന്നത്. അപ്പോഴത്തേക്ക് ഇതിന്റെ വിലയിൽ വ്യത്യാസം വരികയാണ്. ഏത് സമയത്തും ആളുകൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഇതിന്റെ വിലയിൽ ഇൻക്രീസ് ആകും. ഡിസ്കവർ എന്ന ഈ ഒരു സെക്ഷനിലെ ടച്ച് ചെയ്യുന്നു. ടച്ച് ചെയ്തതിനു ശേഷം ഞാൻ വീണ്ടും ടെതർ ഓഷനിലേക്ക് ലോഗിൻ ചെയ്യുകയാണ്. ലോഗിൻ ചെയ്യുമ്പോൾ രജിസ്ട്രേഷന്റെ ഈ പേജ് വരുന്നത് ഇവിടെ നിന്ന് കട്ട് ചെയ്യുക. നമ്മൾ ലോഗിൻ ചെയ്യണം. ഞാൻ ഇവിടെ നിന്ന് വീണ്ടും ലോഗിൻ എന്ന സെക്ഷനിലെ ടച്ച് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ടെതർ ഓഷനിലേക്ക് തന്നെ പോവുകയാണ്. വാലറ്റ് കണക്ട് ചെയ്യുന്നു. ടോക്കൺ പോക്കറ്റ്, ലോഗിൻ സക്സസ്. ഇപ്പോഴത്തെ വില നോക്കുക. ഞാൻ റെക്കോർഡ് ചെയ്ത സമയത്ത് 0.510733 ആയിരുന്നത് 67 ആയി. ഇങ്ങനെ ഓരോ നിമിഷത്തിലും ഇതിന്റെ വില ഇപ്പം ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ ഒരു നഷ്ടവും വരാത്ത രീതിയിൽ ഇതിനകത്തുനിന്ന് ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ അടുത്തൊരു പ്രൊജക്ട് ഉണ്ട്, അതുകൂടെ ഞാൻ കാണിക്കാം. പക്ഷെ അതിന് മുമ്പായിട്ട് $20 ഇവിടുന്ന് ബൈ ചെയ്യുകയാണ്. $20 ഇതേ കറണ്ട് റേറ്റിൽ ബൈ ചെയ്യുന്നു. ബൈ റേറ്റ് കൊടുക്കുന്നു. ഇവിടെ USDT മിനിമം 20 ആണ്, മാക്സിമം 1000 ആണ്. ഞാനപ്പോൾ $20 ഇവിടുന്ന് ഞാൻ ബൈ ചെയ്യുന്നു. വീണ്ടും ഇവിടുന്ന് അപ്രൂവൽ കൊടുക്കുന്നു. ഇവിടെ ഞാൻ $20 വാല്യൂലുള്ള കോയിൻ വാങ്ങി. ഇത് ഓരോ ദിവസം ഓരോ സമയത്തും നോക്കി ഇതിന്റെ വിലയിൽ വ്യത്യാസം വരുന്നത് കണ്ട് മനസ്സിലാക്കുക. $20 വാല്യൂവിൽ കോയിൻ വാങ്ങിയപ്പോൾ എനിക്ക് ലഭിച്ചത് 13.7049 കോയിനാണ്. $20 35%, $7 വാല്യൂലുള്ള കോയിനാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. എന്റെ ബാലൻസ് എമൗണ്ട് കിടപ്പുണ്ട്. അടുത്ത ഒരു സ്റ്റെപ്പ് കൂടെ ഞാൻ ഇതിനകത്ത് കാണിക്കാം. ഞാൻ തിരിച്ച് എന്റെ വാലറ്റിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. USDT എനിക്ക് $131 വാല്യൂ ഉണ്ടായിരുന്നത് $20 കുറഞ്ഞിട്ട് $111 ആണ് ഇവിടെ ബാലൻസ് ഉള്ളത്. ഇനി ഞാൻ വീണ്ടും ഇതിലേക്ക് ലോഗിൻ ചെയ്യാം. ടെതർ ഓഷനിലേക്ക് തന്നെ ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്യുമ്പോൾ ഈ പ്രാവശ്യം ഞാൻ എൻ്റെ മാർക്കറ്റ് പ്ലേസിലേക്കാണ് പോകുന്നത്. ടെതർ ഓഷന്റെ ഇപ്പൊ രജിസ്ട്രേഷൻ അല്ല, രജിസ്ട്രേഷൻ കട്ട് ചെയ്തു. വീണ്ടും നമ്മൾ ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്യുമ്പോൾ ടെതർ ഓഷനിലേക്കല്ല പോകുന്നത്. ടെതർ ഓഷനിലാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നടത്തിയത്. ഇനി ടോവ ആൻഡ് മാർക്കറ്റ് പ്ലേസ്. അതിനുശേഷം ഈ 3 ലൈനിൽ ഒന്ന് ടച്ച് ചെയ്യുക. ഇവിടെ വീണ്ടും ഒരു ലോഗിന്റെ ഓപ്ഷൻ വീണ്ടും വരുന്നുണ്ട്. നമ്മൾ വീണ്ടും ഇതിനകത്തൊന്ന് ലോഗിൻ ചെയ്യുന്നു. ടോവ ആൻഡ് മാർക്കറ്റ് പ്ലേസിലേക്ക് വീണ്ടും ഒന്ന് ടച്ച് ചെയ്യുക. അപ്പൊ നമ്മുടെ വാലറ്റ് കണക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ടോക്കൺ പോക്കറ്റ് ഞാൻ കണക്ട് ചെയ്യുന്നു. യുവർ അക്കൗണ്ട് ഈസ് ലോഗ്ഡ് ഇൻ സക്സസ്ഫുള്ളി എന്ന് കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ വില കാണിക്കുന്നത് നമ്മൾ വുഡ പ്രൊജക്ടിന്റെ 5 ഇരട്ടി വിലയായിരിക്കും ടോവ പ്രൊജക്ടിൽ കാണിക്കുന്നത്. വുഡ പ്രൊജക്ടിലെ ടോക്കണിന്റെ വാല്യൂ 51 സെന്റ് മാത്രമായിരുന്നു. ഇവിടെ 2.55 ആണ്. 5 ഇരട്ടി വിലയാണ് ടോവ പ്രൊജക്ടിന്റെ വില എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സമയവും അതിന്റെ അക്കോർഡിംഗ്ലി ഇതിന്റെ വിലയിൽ വ്യത്യാസം വരും. ഞാൻ അതിന്റെ സ്മാർട്ട് കോൺട്രാക്റ്റിൽ $100 ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. ഈ $100 ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിക്ക് 1.3x മാത്രമാണ് എടുക്കാൻ പറ്റുന്നത്. എന്റെ കറണ്ട് പ്ലാൻ എന്ന് പറയുന്നത് $100 ഇവിടെ നിന്ന് എനിക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്നത് 1.3x മാത്രമാണ്. പക്ഷേ 20 ദിവസത്തേക്ക് ഈ ഒരു എമൗണ്ട് ലോക്കിംഗ് ആയിരിക്കും. അതിനുശേഷമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ബൈ ചെയ്യുന്ന സമയത്ത് ഒരു ബോണസ് ലഭിക്കും. കൂടാതെ 20 ദിവസത്തെ ലോക്കിംഗ് പീരീഡ് എന്റെ തീർന്നത് 23-ാം തീയതിയാണ്.
ഇന്ന് 24 തീയതി. തൊട്ട് താഴെ ഇതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. ഇവിടെ എനിക്ക് അവൈലബിൾ ഹോൾഡിംഗ് ടോവ ഞാൻ $100 വാങ്ങിയ സമയത്ത് എനിക്ക് ലഭിച്ചത് 68.882723 ടോവ കോയിനുകളായിരുന്നു. ഇപ്പോഴത്തെ അതിന്റെ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് 175.924408 പക്ഷെ എനിക്ക് ഇവിടുന്ന് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത് 130 മാത്രമാണ് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അത് എങ്ങനെയാണ് ഇവിടുന്ന് വിഡ്രോ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ കാണുന്ന ഈ രണ്ട് ലൈനിൽ ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്തതിനു ശേഷം ഇവിടെ നിന്ന് ടോവ എന്ന ഈ സെക്ഷനിലേക്ക് വരിക. എനിക്ക് അവൈലബിൾ ബാലൻസ് USDT ആണ് 175. ഞാൻ 100 ഇട്ടത്. 20 ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ ലോക്കിംഗ് പീരീഡ് തീർന്നു. ഇത്രയും പീരീഡ് കൊണ്ട് എനിക്ക് $175 വാല്യൂ ആയി. പക്ഷെ എനിക്ക് ഇതിനകത്ത് 130 മാത്രമേ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും 3/4/2025 ഈ ഒരു അക്കൗണ്ടിൽ $100 വാല്യൂലുള്ള ടോവ പർച്ചേസ് ചെയ്തത്. അന്ന് എനിക്ക് ലഭിച്ചത് 68.882723 ആയിരുന്നു. എന്റെ ലോക്കിംഗ് പീരീഡ് തീർന്ന ഏതാണ് 23/4/2025 എന്റെ ലോക്കിംഗ് പീരീഡ് തീർന്നു. 20 ദിവസത്തെ ലോക്കിംഗ് ആയിരുന്നു. ഇതെന്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് എനിക്കിത് സെല്ല് ചെയ്യാം. നമുക്കിതെന്നാ സെല്ല് ചെയ്ത് നോക്കാം. സെല്ല് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ഫർദർ എന്ന്. ഓട്ടോമാറ്റിക് വരുന്ന 130 എടുക്കാൻ പറ്റുന്നത്. മാക്സിമം സെൽ ലിമിറ്റ് 300 ആണ്. $130 വാല്യൂലുള്ളത് ഇവിടുന്ന് സെല്ല് ചെയ്യുന്നു. സെൽ സക്സസ്ഫുൾ എന്നൊരു മെസ്സേജ് വന്നു. ഇവിടെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. ഓരോ സമയത്ത് നടക്കുന്ന സെല്ല് ഹിസ്റ്ററികൾ എന്തൊക്കെയാണെന്നെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ ഇതിന്റെ ഡാഷ്ബോർഡിലേക്ക് പോവാണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കറണ്ട് പ്രൈസ് ഓട്ടോമാറ്റിക് ഓരോ സമയങ്ങളിൽ ഇതിന്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. സെൽ ഓർഡർ കൊടുത്തിരിക്കുകയാണ്. സെൽ ഓർഡർ കൊടുക്കുമ്പം ഇവിടെ ബയ്യേഴ്സ് വരും. ബയ്യേഴ്സ് വരുമ്പോഴാണ് എന്റെ സെൽ ഓർഡർ കംപ്ലീറ്റ് ആകുന്നത്. ബൈ ചെയ്യുന്ന സമയത്ത്, അതായത് ഇതിന്റെ സ്മാർട്ട് കോൺട്രാക്റ്റിൽ ബൈ ചെയ്യുന്ന സമയത്ത് 5% ബോണസ് നമുക്ക് ലഭിക്കും. ഇതിന്റെ മാർക്കറ്റ് പ്ലേസിൽ ആണെങ്കിൽ നമുക്ക് ഏത് സമയത്തും ബൈയും സെല്ലും നടത്താൻ പറ്റും. ബൈ ചെയ്യുന്ന സമയത്ത് 1%, സെല്ല് ചെയ്യുന്ന സമയത്ത് 3% നമ്മുടെ ഇന്ന് ഫീസ് ഈടാക്കും. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാനിവിടെ ഈ രണ്ട് ലൈനിൽ ഒന്ന് ടച്ച് ചെയ്യുന്നു. ടച്ച് ചെയ്യുന്നതിന് ശേഷം ഇതിന്റെ തൊട്ട് താഴെ ഒരു മാർക്കറ്റ് പ്ലേസ് കാണാൻ പറ്റും. ഈ മാർക്കറ്റ് പ്ലേസിൽ ടച്ച് ചെയ്യുന്നു. ഇപ്പോഴത്തെ കറണ്ട് വാല്യൂലുള്ള നമുക്ക് ബൈ ചെയ്യാൻ പറ്റും. ബൈ ചെയ്യുന്നു. ഇപ്പൊ USDT വാല്യൂ എത്രയാണ് നമ്മളോട് ചോദിക്കും. ഒരു ടോവയുടെ വില എന്ന് പറയുന്നത് 2.55433 എന്നുള്ള വിലയിലാണ്. എൻ്റർ ഡെപ്പോസിറ്റ് എമൗണ്ട് ഞാനിവിടെ $100 ടോവ ഇവരുടെ മാർക്കറ്റ് പ്ലേസിൽ ബൈ ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് ടോട്ടൽ ചെലവ് വരുന്നത് 101 ആണ്. എൻ്റെ മെയിൻ വാലറ്റിൽ 111 ആണുള്ളത്. ഓരോ സമയത്തും ഇതിന്റെ വില ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ ഇവിടുന്ന് പോകുന്നത് ഈ രണ്ട് ലൈനിൽ ടച്ച് ചെയ്യുക. എൻ്റെ മാർക്കറ്റ് പ്ലേസിലേക്ക് പോകുന്നു. മാർക്കറ്റ് പ്ലേസ് ഇവിടെ കാണാൻ പറ്റും. മാർക്കറ്റ് പ്ലേസിൽ ടച്ച് ചെയ്യുന്നു. എനിക്ക് എൻ്റെ വാലറ്റിൽ $111 ആണ് ഉള്ളത്. അതിൽ നിന്ന് $100 ഞാനിവിടെ മാർക്കറ്റ് പ്ലേസിൽ ബൈ ചെയ്യുമ്പോൾ 1% ഫീസ് ഈടാക്കും. അതായത് $101 ആണ് എൻ്റെ ഇവിടുന്ന് ചിലവാകുന്നത്. ഞാനപ്പോൾ ഇവിടുന്ന് ബൈ എന്ന ഈ സെക്ഷനിൽ ടച്ച് ചെയ്യുന്നു. ഇവിടെ ടച്ച് ചെയ്തിട്ട് ഇപ്പോഴത്തെ കറണ്ട് വില എത്രയാണ്, ഒരു ടോവയുടെ വില ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ $100 ടച്ച് ചെയ്യുന്നു. എത്ര ടോവ കോയിൻ ആണ് എനിക്ക് ലഭിക്കുന്നത് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ടോട്ടൽ എമൗണ്ട് എനിക്ക് $101 ആണ്. ഞാൻ ഇവിടുന്ന് ബൈ എന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കാൻ പറയുന്നു. $101 ഇവിടെ നിന്ന് പോകും. അപ്രൂവൽ കൊടുക്കുന്നു. പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. പാസ്വേഡ് കൊടുക്കാം. ഇവിടെ എൻ്റെ ട്രാൻസാക്ഷൻ ഈസ് ഓൺ പ്രോസസ്. വീണ്ടും ഞാൻ ഇവിടെ കൺഫേം പേയ്മെൻറ്റ് ചെയ്യുന്നു. വീണ്ടും ഇത് കറണ്ട് റേറ്റിൽ എൻ്റെ ബൈ ആയിട്ടുണ്ട്. $100 വാല്യൂലുള്ളതാണ്. എനിക്ക് ലഭിച്ചത് 39.143769 ടോവ കോയിനുകളാണ്. ഇവിടെ പറയുന്നുണ്ട് യുവർ ബൈ ട്രാൻസാക്ഷൻ ഈസ് സ്റ്റിൽ പെൻഡിങ് BSC ബ്ലോക്ക് ചെയിൻ ആൻഡ് ദ ട്രാൻസാക്ഷൻ വിൽ ബി കംപ്ലീറ്റ് സൂൺ. അതായത് ഇവിടെ മാർക്കറ്റ് പ്ലേസിൽ ആരെങ്കിലും വിൽക്കാൻ വരുന്നുണ്ടാവും. ആ വിൽക്കുന്ന ആളിൻ്റെ നിന്നാണ് ഞാൻ ഈ ബൈ ഓർഡർ കൊടുത്തപ്പോൾ അവരാണ് എനിക്ക് നേരിട്ട് തരുന്നത്. ഞാൻ ഇവിടുന്ന് കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ എനിക്ക് 39 ടോവ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഡാഷ്ബോർഡിലേക്ക് ഞാൻ തിരിച്ചു പോകാം. ഞാൻ വാങ്ങിയിട്ടുള്ള ടോവ കോയിനുകൾ എൻ്റെ വാലറ്റിൽ വന്നിട്ടുണ്ട്. ഇവിടെ മാർക്കറ്റ് പ്ലേസിലാണ് ഇത് ബൈ ചെയ്തിട്ടുള്ളത്. 39.143769 ആണ് കിട്ടിയിട്ടുള്ളത്. എനിക്കിവിടെ ക്ലെയിം ചെയ്യാനായിട്ടുണ്ട്. ഞാൻ ആദ്യ സമയത്ത് കാണിച്ചിരുന്നു $100 ഞാൻ ഇവിടെ സ്മാർട്ട് കോൺട്രാക്റ്റിൽ വാങ്ങിയപ്പം 1.3x ആണ് എനിക്കവിടെ ലഭിക്കുന്നത്. അതായത് 130 ഞാനവിടെ സെല്ലിന് കൊടുത്തിരുന്നു. സെല്ല് കൊടുക്കുമ്പം മറ്റാരെങ്കിലും വാങ്ങാൻ വരും. അവരെ പാട്ടായിട്ടായിരിക്കും ഒരുപക്ഷെ വാങ്ങുന്നത്. സെല്ല് ചെയ്യുമ്പം 3% ഫീസ് പോയതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ട് എനിക്കിവിടെ വരും. അത് ഇവിടെ നിന്ന് എനിക്ക് ക്ലെയിം ചെയ്യാം. ഇനി ഇവിടെ നിന്ന് ക്ലെയിം ചെയ്തില്ല എങ്കിൽ താഴെ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ മാർക്കറ്റ് പ്ലേസ് ബൈ എന്ന് കാണിക്കുന്നുണ്ട്, മാർക്കറ്റ് പ്ലേസ് സെൽ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ സെല്ലിൽ ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ ഡേറ്റുകൾ കാണിക്കുന്നുണ്ട്. നമ്മൾ ഇച്ചിരി ലെഫ്റ്റിലേക്ക് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്നുണ്ട് എത്ര ടോവയായിരുന്നു, എത്ര USDT വാല്യൂലുള്ളതാണെന്ന്. ഇനി എത്ര ഫീസ് പോകുന്നുണ്ട്. 3% ഫീസാണ് ഓരോ ട്രാൻസാക്ഷനിലും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ ഇതുവരെ ക്ലെയിം ചെയ്തിട്ടില്ല.
പെൻഡിങ് ആണ്. ഇവിടെ ക്ലെയിം ഓരോന്നോരോന്നായിട്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാം, അല്ല എങ്കിൽ ഇവിടെ ടോട്ടലായിട്ട് ഒന്നിച്ച് ഇവിടെ നിന്ന് വേണമെങ്കിലും ക്ലെയിം ചെയ്യാം. ഞാനിവിടെ ഓരോന്നോരോന്നായിട്ട് ക്ലെയിം ചെയ്ത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഇവിടെ ക്ലെയിം എന്ന ഈ ഒരു ബട്ടണിൽ ഒന്ന് ടച്ച് ചെയ്യുക. അപ്പം ഇത്രയും കോയിനുകൾ വിൽക്കും. ഇനി ഇവിടെ കൺഫേം കൊടുക്കുക. അപ്പോൾ പാസ്വേഡ് ചോദിക്കും. ക്ലെയിം പെൻഡിങ്ങിലാണ് കാണിക്കുന്നത്. രണ്ടാമത് ഞാൻ ക്ലെയിം ചെയ്യുകയാണ്. ഇവിടെയും കൺഫേം ചെയ്യുന്നു. പാസ്വേഡ് ചോദിക്കും. ഇത് ട്രാൻസാക്ഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരെണ്ണം മാത്രം ക്ലെയിം കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്, ഒന്ന് ഇപ്പോഴും പെൻഡിങ്ങിലാണ്, ഒന്നിനെയും ക്ലെയിം ചെയ്യാനുണ്ട്. മൂന്നാമത്തെ പാർട്ടും ഞാനിപ്പോൾ സെല്ല് ചെയ്യുകയാണ്. വീണ്ടും കൺഫേം ചെയ്യുന്നു, പാസ്വേഡ് കൊടുക്കുന്നു. ഓക്കെ, ഈ ട്രാൻസാക്ഷനും ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം എത്ര കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ അവിടെ ടോപ്പിൽ എത്രയാണ്? ഇനി അവിടെ അവൈലബിൾ ക്ലെയിം ഇനിയും 0ആണ്. കാരണം നമ്മൾ എല്ലാം ക്ലെയിം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. സ്മാർട്ട് കോൺട്രാക്റ്റിൽ $100 ബൈ നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് 130 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയും നമുക്ക് അവിടെ വാങ്ങണമെന്നുണ്ടെങ്കിൽ 100ന്റെ 3 ഇരട്ടി, അതായത് $300 വാല്യൂയിലുള്ളത് നമ്മൾ മാർക്കറ്റ് പ്ലേസിൽ ബൈ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും സ്മാർട്ട് കോൺട്രാക്റ്റിൽ വാങ്ങാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ എൻ്റെ 3 ട്രാൻസാക്ഷൻസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ടെതർ ഓഷൻ്റെ വാലറ്റിലേക്ക് പോകും, അവിടെ ഈ എമൗണ്ട് വന്നിട്ടുണ്ടോ എന്ന്. എനിക്കിവിടെ $10 ഉള്ളായിരുന്നു. അപ്പം $126, അതായത് 130 സെല്ല് ചെയ്തപ്പോൾ 3% ഫീസും പോയതിന് ശേഷമുള്ള $126 ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ $100 വാല്യൂയിലുള്ളത് ഓൾറെഡി ഞാൻ ബൈ ചെയ്തിട്ടുണ്ട്. എനിക്കപ്പം 39.143769 രൂപ കോയിനുകളാണ് ലഭിച്ചത്. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ വിലയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. $100 വാങ്ങുകയാണെങ്കിൽ എത്രയാണ് ലഭിക്കുന്നത് എന്ന് നോക്കാം. ഞാൻ വീണ്ടും ബൈ എന്ന ഈ സെക്ഷനിൽ ടച്ച് ചെയ്യുന്നു. അതിനുശേഷം മാർക്കറ്റ് പ്ലേസിൽ ഞാൻ വീണ്ടും ബൈ ചെയ്യുകയാണ് $100. എനിക്കപ്പോൾ ഇവിടെ ഇപ്പം ലഭിക്കുന്നത് റിസീവിംഗ് ടോവ, അതായത് വീഡിയോ റെക്കോർഡ് ചെയ്ത ആദ്യ ഒരു പോർഷനിൽ തന്നെ 39.143769 ആയിരുന്നു. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ കണ്ടിന്യൂ റെക്കോർഡ് ചെയ്യുന്നത്. ഇവിടെ വീണ്ടും ഞാൻ ഇത്രയത്തിന് ബൈ ചെയ്യുന്നു. വീണ്ടും നെക്സ്റ്റ് സ്റ്റെപ്പിൽ ടച്ച് ചെയ്യുന്നു. വീണ്ടും $101 എനിക്ക് പോകുന്നത്. ഇവിടെ വീണ്ടും ഗ്യാസ് വീതം കൺഫേം ചെയ്യുന്നു. ഇതും പ്രോസസ്സിലാണ്. കുറച്ച് സമയത്തിന് ശേഷം എനിക്ക് ആദ്യ സമയം 39 കിട്ടി, ഇനി ഇവിടെ 37 കിട്ടും. ഇവിടെ വീണ്ടും കണ്ടിന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. കാരണം എനിക്ക് 3 പ്രാവശ്യം മാർക്കറ്റ് പ്ലേസിൽ വാങ്ങിയെങ്കിലേ എനിക്ക് വീണ്ടും സ്മാർട്ട് കോൺട്രാക്റ്റിൽ വീണ്ടും വാങ്ങാൻ പറ്റുകയുള്ളൂ. എനിക്ക് ടോട്ടൽ ഇപ്പോൾ ഇവിടെ ഉള്ളത് 76.431393 ആണ്. ഈ സമയത്ത് ബൈ ചെയ്തപ്പോൾ എനിക്ക് ക്വാണ്ടിറ്റി കുറഞ്ഞു, അതായത് ഇതിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ രാവിലെ ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത സമയത്ത് ഇതിൻ്റെ വില എന്ന് പറയുന്നത് 0.510733 ആയിരുന്നു. പക്ഷേ ഈ സമയമായപ്പോൾ 0.536491, ഇങ്ങനെ ഓരോ സമയത്തും ഇതിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ വളരെ നല്ല ലാഭം നേടാൻ പറ്റും എന്നതിൽ യാതൊരു സംശയമില്ല. ഇതിൻ്റെ കണ്ടിന്യൂ ഉള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഇന്നത്തെ വീഡിയോ പല പ്രാവശ്യം ബൈയും സെല്ലും നടത്തി എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തതായതുകൊണ്ട് കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്. എങ്കിലും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.